Hi everyone, today we are going to discuss about nanomaterials. The material of one dimension between 1 nanometer to 100 nanometer are known as nanomaterial. That is 1 nanometer and 100 nanometer materials the nanomaterials. They may be in the form of particles, tube, rods, fibers അല്ലെങ്കിൽ particles ആയിരിക്കും അല്ലെങ്കിൽ ട്യൂബ്സിൻ്റെ ഫോമിലായിരിക്കും ഇങ്ങനെയുള്ള ഫോംസിലായിരിക്കും nanomaterials present ഉണ്ടാവും. Then 1 billion nanometer equal to 1 meter. അതായത് 1 ബില്യൺ നാനോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു മീറ്ററാണ്. അപ്പോൾ എത്രത്തോളം സ്മോൾ ആണ് നാനോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദിസ് വേർഡ് നാനോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് എന്ന് വന്നൊരു വേർഡാണ് നാനോ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഡോർഫ് അല്ലെങ്കിൽ സ്മോൾ എന്നാണ് ആ നാനോ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ആ നാനോയുടെ സ്കെയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു പേഴ്സൺ, ആ പേഴ്സൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 180 സെൻറ്റിമീറ്ററിൻ്റെ ഹൈറ്റിലൊരു പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നാനോയിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് 2 ബില്യൺ നാനോമീറ്റർ ആണ്. 180 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 ബില്യൺ നാനോമീറ്റർ ആണ്. ഒരു ആപ്പിൾ 8 സെൻറ്റിമീറ്റർ ആണ്, ദാറ്റ് ഈസ് 80 മില്യൺ നാനോമീറ്റർ ആണ്. അതേപോലെ ആൻഡ് എത്രയാണ്, 5 സെൻറ്റിമീറ്റർ ആണ്, ദാറ്റ് ഈസ് 5 മില്യൺ നാനോമീറ്റർ ആണ്. അതേപോലെ ഹ്യൂമൻ എയർ 80,000 നാനോമീറ്റർ ആണ്. പിന്നെ സ്മോളസ്റ്റ് നമുക്ക് കണ്ണുകൊണ്ട് ഏറ്റവും കാണാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വസ്തു എത്ര നാനോമീറ്ററുള്ള 10,000 നാനോമീറ്റർ വരെയുള്ള വസ്തുവിനെയാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. അതിൽ കുറവുള്ളതിന് നമുക്ക് കാണാൻ പറ്റില്ല. ആൻഡ് ഇക്വളി ബാക്ടീരിയ എന്ന് പറയുന്നത് 2000 നാനോമീറ്റർ ആണ്. ദെൻ സെല്ലുലാസ് നാനോ ഫൈബ്രിൽസ് എന്ന് പറയുന്നത് എത്രയാണ്, 3.5 to 100 നാനോമീറ്റർ ഡയമീറ്ററിൽ വരുന്നതാണ്. ദെൻ DNA ഇത് 2 നാനോമീറ്റർ ആണ്. ദെൻ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 0.1 നാനോമീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം നാനോമീറ്റേഴ്സ് അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഏതാണ്, 1 നാനോമീറ്റർ ടു 100 നാനോമീറ്ററിനിടയിലാണ്. സോ ഇതൊക്കെ 3.5 to 100 നാനോമീറ്റർ ആൻഡ് 2 നാനോമീറ്റർ ഇതെല്ലാം എന്താണ്, ലെസ് ദാൻ 100 നാനോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതെന്താണ്, നാനോ മെറ്റീരിയൽസ് ആണ്. ഇപ്പോൾ ഒരു വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു 100 കോടി രൂപയിൽ 1 രൂപ എന്ന് പറയുന്നത് എന്താണ്, നാനോ ആണ്. അപ്പം അത് 100 കോടിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 1 റുപ്പി എന്ന് പറയുന്നത് എന്താണ്, നാനോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കെയിൽ മനസ്സിലായി കാണും. നെക്സ്റ്റ് നാനോ മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻസ് ആണ്. 4 ടൈപ്പ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നാനോ മെറ്റീരിയൽസിന്. 1 ഡയമെൻഷൻ, 0 ഡയമെൻഷൻ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ആൻഡ് 3 ഡയമെൻഷൻ. അപ്പം 4 വിധത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 0 ഡയമെൻഷൻ മീൻസ് ഓൾ ഡയമെൻഷൻസ് ആൻഡ് നാനോ സ്കെയിൽ. അതായത് എല്ലാ മെറ്റീരിയൽസിൻ്റെ എല്ലാ ഡയമെൻഷൻസും നാനോ സ്കെയിലാണ്. അതിൻ്റെ ഹൈറ്റ്, ബ്രെഡ്ത്ത്, ലെങ്ത്ത് എല്ലാ ഡയമെൻഷൻസും നാനോ സ്കെയിൽ മീൻസ് വിച്ച് ഈസ് ലെസ് ദെൻ എന്താണ് 100 നാനോമീറ്റർ. 3 ഡയമെൻഷൻസും 100 നാനോമീറ്ററിനെക്കാട്ടും കുറവാണുള്ള മെറ്റീരിയൽസിനെയാണ് ഏത് 0 ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നാനോ പാർട്ടിക്കിൾസെല്ലാം ഏതിന് എക്സാമ്പിളാണ്, 0 ഡയമെൻഷൻ മെറ്റീരിയൽസിന് എക്സാമ്പിളാണ്. അപ്പം 1 ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, 1 ഡയമെൻഷൻ നോട്ട് ഇൻ നാനോ സ്കെയിൽ. ഒരു ഡയമെൻഷൻ നാനോ സ്കെയിലില്ല, അത് 100 നാനോമീറ്ററിനെക്കാട്ടും കൂടുതലാണ്. ബാക്കി 2 ഡയമെൻഷൻസും എന്താണ്, ലെസ് ദാൻ 100 നാനോമീറ്റർ ആണ്. ബട്ട് ഒരു ഡയമെൻഷൻ എന്താണ്, 100 നാനോമീറ്ററിനെക്കാട്ടും കൂടുതലാണ്. നാനോ റോഡ്സ് അല്ലെങ്കിൽ നാനോ ട്യൂബ്സ് ഒക്കെ ഏതിൽ വരുന്നു, ഈ 1 ഡയമെൻഷൻ മെറ്റീരിയൽസിൽ വരുന്നു. ദെൻ 2 ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, 2 ഡയമെൻഷൻസ് നാനോ മെറ്റീരിയൽ അല്ലെങ്കിൽ നാനോ സ്കെയിലല്ല, അതിന് പുറത്താണ്. ദാറ്റ് ഈസ് 100 നാനോമീറ്ററിനെക്കാട്ടും കൂടുതലാണ് ഏത് 2 ഡയമെൻഷൻസ്. ഒരു ഡയമെൻഷൻസ് മാത്രം ഏതിൻ്റെ റേഞ്ചിൽ, നാനോ സ്കെയിലിൻ്റെ റേഞ്ചിൽ ഉള്ളിൽ വരുന്നത്. നെക്സ്റ്റ് 3 ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, 3 ഡയമെൻഷൻ എന്താണ് നാനോ സ്കെയിലിന് പുറത്താണ്. ദാറ്റ് ഈസ് എല്ലാ 100 നാനോമീറ്ററിനെക്കാട്ടും കൂടുതലാണ് എല്ലാം. 3 ഡയമെൻഷൻസിനും 100 എബോവ് 100 നാനോമീറ്റേഴ്സ് ആണ്. ഇപ്പോൾ അതിന് എക്സാമ്പിൾ നാനോ കോമ്പോസിറ്റ്സ് ആണ്. ദെൻ 2 ഡയമെൻഷന് തിൻ നാനോ അനലൈസറൊക്കെ ഏതാണ് 3 ഡയമെൻഷന് എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതിപ്പം എന്താണ്, എ എന്ന് പറയുന്നത് 0 ഡയമെൻഷൻസ് ആണ്, അതൊരു സ്ഫിറിക്കൽ ഷേപ്പിലാണ് ഉണ്ടാവുക. ബി എന്ന് പറയുന്നത് എന്തായിരുന്നു, നാനോ ട്യൂബ്സ് അല്ലെങ്കിൽ നാനോ റോഡ്സ് ഒക്കെ വരുന്നത് 1 ഡയമെൻഷൻസ് ആണ്, ദാറ്റ് ഈസ് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഉണ്ടാവുക. ദെൻ 2 ഡയമെൻഷനിലാണ്, ദാറ്റ് ഈസ് പിന്നെ എന്താണ് ഒരു ഷീറ്റ് പോലെയാണ് ഉണ്ടാവുക. ദെൻ ഫൈനലി 3 ഡയമെൻഷൻസ് ആണ് ക്യൂബിക്കൽ സ്ട്രക്ചേഴ്സിലുണ്ടാവുക. നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നാനോ പാർട്ടിക്കിൾസ്.
ഇപ്പോൾ നാനോ പാർട്ടിക്കിൾസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ് അക്കോർഡിംഗ് ടു ദ സൈസ്, മോർഫോളജി, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. അതായത് സൈസിനനുസരിച്ച്, മോർഫോളജി അനുസരിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസ് അനുസരിച്ചിട്ട് എന്താണ് നാനോ പാർട്ടിക്കിളിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സം ഓഫ് ദം ആർ കാർബൺ ബേസ്ഡ് നാനോ പാർട്ടിക്കിൾസ്, ceramic nanoparticles, metal nanoparticles, semiconductor nanoparticles and polymer nanoparticles. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നാനോപാർട്ടിക്കിൾസ്. ഫസ്റ്റ് വൺ കാർബൺ ബേസ്ഡ് നാനോപാർട്ടിക്കിൾസ്. കാർബൺ ബേസ്ഡ് നാനോപാർട്ടിക്കിൾ രണ്ട് മെയിൻ മെറ്റീരിയൽസ് ഉണ്ട്. ദാറ്റ് ഈസ് കാർബൺ നാനോ ട്യൂബ്സും അതേപോലെ തന്നെ ഫുളറീൻസും. ഈ രണ്ട് മെറ്റീരിയൽസും ഏതാണ്? കാർബൺ ബേസ്ഡ് നാനോ പാർട്ടിക്കിൾസ് ആണ്. ദെൻ ഫസ്റ്റ് വൺ കാർബൺ ബേസ്ഡ് കാർബൺ നാനോ ട്യൂബ്സ്. കാർബൺ നാനോ ട്യൂബ്സ് അല്ലെങ്കിൽ CNTs എന്ന് പറയും. CNTs ആർ നത്തിങ് ബട്ട് ഗ്രാഫെയിൻ ഷീറ്റ് റോൾഡ് ഇൻ എ ട്യൂബ്. ഒരു ട്യൂബ് ഷേപ്പിലുള്ളൊരു ഗ്രാഫെയിൻ ഷീറ്റ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ദിസ് ഇസ് ഒരു CNT ആണിത്. ആൻഡ് ദിസ് മെറ്റീരിയൽ ആർ മെയിൻലി യൂസ്ഡ് ഫോർ ദ സ്ട്രക്ചറൽ റീൻഫോഴ്സ്മെൻറ്റ് ആസ് ദേ ആർ 100 times stronger than സ്റ്റീൽ. അതായത് സ്റ്റീലിനെക്കാട്ടിയും വളരെ സ്ട്രോങ് കൂടുതലാണ്. സോ സ്ട്രക്ചറൽ റീൻഫോഴ്സ്മെൻറ്റിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കാർബൺ നാനോ ട്യൂബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻസിലൊക്കെ നമ്മൾ കാർബൺ നാനോ ട്യൂബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് CNT ക്യാൻ ബി ക്ലാസിഫൈഡ് സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ട്, അതേപോലെ മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സും ഉണ്ട്. പിന്നെ എന്താണ്? കാർബൺ നാനോ ട്യൂബ് തെർമലി കണ്ടക്റ്റീവ് ആണ് അലോങ് ദി ലെങ്ത്, ബട്ട് അക്രോസ് ദ ട്യൂബ് നോൺ കണ്ടക്റ്റീവ് ആണ്. അതായത് അലോങ് ദി ലെങ്ത് അത് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ എങ്കിൽ അക്രോസ് ദ ട്യൂബിൽ അത് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യില്ല. ഇപ്പം ഇത് CNTs എവിടെയൊക്കെ യൂസ് ചെയ്യുക കഴിഞ്ഞാൽ റേഡിയോസിൻ്റെ ആൻറ്റിനാസിൽ CNT യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ കൊമേഴ്ഷ്യൽ ഇലക്ട്രിക്കൽ മോട്ടേഴ്സിലൊക്കെ ബ്രഷസ് ആയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? CNTs യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വേറൊരു കാർബൺ ബേസ്ഡ് നാനോ പാർട്ടിക്കിളാണ് ഫുൾറീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾറീൻസ് ആർ ദ അലോടോപ്സ് ഓഫ് ദ കാർബൺ ഹാവിങ് സ്ട്രക്ചർ ഓഫ് ഹോളോ കേജ് ഓഫ് 60 or more കാർബൺ ആറ്റം. അതായത് ഇപ്പം ഡയമണ്ടും ഗ്രാഫൈറ്റും ഒക്കെ അതുപോലെ തന്നെയുള്ള ഒരു അലോട്രോപ്പാണ് ഫുൾറീൻസ്. കാർബൺസിൻ്റെ ഒരു അലോട്രോപ്സ് ആണ് ഫുൾറീൻസ് എന്ന് പറയുന്നത്. ഒരു C60 സ്ട്രക്ചർ, അതായത് കാർബൺ 60 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആറ്റംസ് ഉള്ള ഒരു ഹോളോ ഫുട്ബോൾ ലൈക്ക് സ്ട്രക്ചറാണ് ഇത് ഫുൾറീൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പെൻറ്റഗണൽ ഫോമിലുണ്ടാവും ആൻഡ് എക്സഗണൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. ആ സ്ട്രക്ചർ കാർബൺ യൂണിറ്റ്സ് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത് പെൻറ്റഗണൽ ആൻഡ് എക്സഗണൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. These have commercial application due to their electrical conductivity, structure, high strength and electron affinity. അതായത് കൊമേഴ്ഷ്യൽസ് ആപ്ലിക്കേഷൻ എന്തൊക്കെ കൊണ്ടാന്ന് ചെയ്യാൻ നല്ല ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഹൈ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇലക്ട്രോൺ എഫിനിറ്റി കൂടുതലാണ്. ആൻഡ് ഡ്യൂ ടു ദ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത കൊണ്ടും. നെക്സ്റ്റ് സെറാമിക് നാനോ പാർട്ടിക്കിൾസ് ആണ്. സെറാമിക് നാനോ പാർട്ടിക്കിൾസ് ആർ ഇൻഓർഗാനിക് സോളിഡ് മെയ്ഡ് അപ്പ് ഓഫ് ഓക്സൈഡ്സിന് കാർബൈഡ്സ്, കാർബണേറ്റ്സ് ആൻഡ് ഫോസ്ഫേറ്റ്സ് ഇതൊക്കെ കൊണ്ട് മെയ്ഡ് ചെയ്തിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് ആണ് സെറാമിക് നാനോ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതിന് ഹൈ ഹീറ്റ് റെസിസ്റ്റൻസും ഉണ്ട്. ഹീറ്റ് റെസിസ്റ്റൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ കെമിക്കൽ ഇനേർട്ട്നെസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കെമിക്കലി റിയാക്ഷൻസ് കുറവുള്ള മെറ്റീരിയൽസ് ആണ് കെമിക്കൽ ഇനേർട്ട്നെസ് എന്ന് പറയുന്നത്. അതായത് സർട്ടൻ കണ്ടീഷൻസിൽ മാത്രമേ അത് കെമിക്കലി റിയാക്റ്റ് ആവുള്ളൂ. ചില കണ്ടീഷനിൽ എന്താണ് അൺറിയാക്റ്റീവായിട്ട് നിൽക്കും. സോ പിന്നെ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഫോട്ടോ കാറ്റലൈസിസിനും അതേപോലെ തന്നെ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലൊക്കെ ഏത് യൂസ് ചെയ്യുന്നുണ്ട്? സെറാമിക് നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രഗ് ഡെലിവറി നമ്മൾ മെഡിസിൻ കഴിക്കുന്നു, അതിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? സെറാമിക് നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്, അവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ മെറ്റൽ നാനോ പാർട്ടിക്കിൾസ്. മെറ്റൽ നാനോ പാർട്ടിക്കിൾസ് ആർ പ്രിപ്പയർഡ് ഫ്രം മെറ്റൽ പ്രിക്കേഴ്സേഴ്സ്. അതായത് പ്യുവർ മെറ്റൽസ് നിന്നാണ് നമ്മൾ ഏത് മെറ്റൽ നാനോ പാർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ, ടൈറ്റാനിയം, സിങ്ക്, സെറിയം, അയൺ, ടാലിയം ഇതിൽ നിന്നൊക്കെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കോമ്പൗണ്ട്സ് ലൈക്ക് ഓക്സൈഡ്സ്, ഹൈഡ്രോക്സൈഡ്സ്, സൾഫൈഡ്സ്, അതേപോലെ ഫോസ്ഫേറ്റ്സ്, ഫ്ലൂറൈഡ്സ് ഇതിൻ്റെയൊക്കെ കോമ്പൗണ്ട്സ് നിന്നും അതേപോലെ അതിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഏത് മെറ്റൽ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പം ദിസ് നാനോ പാർട്ടിക്കിൾ ക്യാൻ ബി സിന്തസൈസ്ഡ് ബൈ കെമിക്കൽ ഓർ ഇലക്ട്രോകെമിക്കൽ ഓർ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ്. അതായത്
കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കെമിക്കൽ റിയാക്ഷൻസിലോ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ മെത്തേഡ് വഴിയോ ഇതിനെ ഈ പാർട്ടിക്കിൾസിന് മെറ്റൽ നാനോ പാർട്ടിക്കിൾസിനെ നമുക്ക് സിന്തസിസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സെമി കണ്ടക്ടർ നാനോ പാർട്ടിക്കിൾസ്. മെറ്റൽ നാനോ പാർട്ടിക്കിൾസ് പോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്യുന്നതാണ് സെമി കണ്ടക്ടർ നാനോ പാർട്ടിക്കിൾസ്. അത് സെയിം പ്രോപ്പർട്ടിയാണ്. സെമി കണ്ടക്ടേഴ്സ് നമുക്കറിയാം പ്രോപ്പർട്ടീസ് ഉണ്ട്, അതേപോലെ തന്നെ മെറ്റൽസിനും നോൺ മെറ്റലിനും ഇടയിലുള്ള പ്രോപ്പർട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സെമി കണ്ടക്ടർ നാനോ പാർട്ടിക്കിൾസ്. ആൻഡ് ദീസ് പാർട്ടിക്കിൾ ഹാവ് വൈഡ് ബാൻഡ് ഗ്യാപ്സ് വിച്ച് ഓൺ ടേണിംഗ് ഷോ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് and they are used in photocatalysis, electronic device യൂസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോ ഓപ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടർ സ്പ്ലിറ്റിംഗ് ആപ്ലിക്കേഷൻസിലൊക്കെ ഏത് യൂസ് ചെയ്യുന്നുണ്ട്, സെമി കണ്ടക്ടർ നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നാനോ പാർട്ടിക്കിൾസ്. So that's all for today. Thank you.